ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷനുമായിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കറി വെക്കുകയാണ്. കറി എന്ന് പറയുമ്പോഴത്തേനും വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കൊച്ചു കൊച്ചു പോർഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ കറിയായിട്ട് ഇന്ന് വെക്കുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി. നമ്മൾ ബീഫൊക്കെ ഇത്രയും ആർഭാടമായിട്ട് വെക്കുന്നത് നാട്ടിൽ നിന്ന് ബീഫ് കൊണ്ടുവരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് എന്തായാലും കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വറ്റിച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വറ്റിച്ച് കിട്ടിയിരിക്കുന്ന ബീഫാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്, ബീഫ് കറി വെക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു, അതിന് ശേഷം ഉലുവ പൊട്ടിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത് കുറച്ച് കൂടുതൽ ചേർത്തു. അതിന് ശേഷം ഒരു 2-3 സവോള, കറിവേപ്പില, തക്കാളി അതൊക്കെ ചേർത്തതിന് ശേഷം പിന്നീട് പൊടികളായിട്ട് അത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം പൊടികളായിട്ട് എല്ലാ പൊടികളും ചേർക്കണം. നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്ന് വറ്റിച്ചാലും നമ്മൾ കറി വറ്റിച്ച ബീഫ് നമ്മൾ ആദ്യം മുതൽ കറി വെക്കുന്ന രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ വിസിലിൻ്റെ എണ്ണം കുറച്ച് കുറയും എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല പൊടി, അതാണ്. പിന്നെ അതിന് ശേഷം ഇതാ നമ്മുടെ വറ്റിച്ച ബീഫുണ്ടല്ലോ, ബീഫും കൂടി ഞാൻ കുക്കറിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് എല്ലാം കൂടി കിടന്ന് ഒരു 10 മിനിറ്റ്സ് വേവിക്കണം. അതിനുശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം, നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്കർ ക്ലോസ് ചെയ്യണം. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് വറ്റിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹാഫ് കുക്കാക്കിയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇട്ട് വേവിക്കണ്ട, അപ്പോൾ കലങ്ങിപ്പോവും. ഒരുപാടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കലങ്ങിപ്പോവും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു 2-3 വിസിൽ അത് തന്നെ ധാരാളം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറി ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് കറിയുടെ കൂടെ ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ബീഫ് കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ബ്രെഡാണ് എടുക്കുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പുട്ടും അപ്പവും നൈസ് പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാനിന്ന് ബ്രെഡ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ പാക്കറ്റ് ബ്രെഡ് ഇന്ന് എടുത്ത് തീർത്തില്ലെങ്കിൽ അത് വേസ്റ്റിൽ കളയേണ്ടി വരും. കാരണം ഡേറ്റ് ഏകദേശം തീരാറായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് ബ്രെഡല്ലേ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ, പിന്നെ ഇക്കാക്കും മോൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കറിയും ബ്രെഡും. അത് ചിക്കൻ കറി ആയിക്കോട്ടെ, ബീഫ് കറി, മട്ടൻ കറി, എന്താണേലും അതിൻ്റെ കൂടെ ബ്രെഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നല്ല അപ്പം ചുടാം അല്ലെങ്കിൽ പത്തിരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൻ കോഴ്സ് ആക്കാമെന്നാണ് വിചാരിച്ചത്. ആ ബ്രെഡിൻ്റെ ഡേറ്റ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പ്ലാൻ മുഴുവൻ മാറ്റി. അങ്ങനെ നമ്മൾ അവർ കഴിക്കാനുള്ളത് ഇക്കായും സാറായും എല്ലാം അവരവർക്ക് കഴിക്കാനുള്ളത് വിളമ്പിയെടുത്തു. അതിനുശേഷം എനിക്ക് കഴിക്കാനുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 3 ബ്രെഡ് എടുത്തു. പിന്നെ 1 കപ്പ് പതപ്പിച്ച നല്ല ഏലക്കയാക്കിയിട്ട് അടിപൊളി ചൂട് ചായ. പിന്നീട് നമ്മൾ ബ്രെഡൊക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഗ്രേവി വേണം കേട്ടോ. അപ്പോൾ ഗ്രേവി നന്നായിട്ട് നല്ല കുതിർത്തി ബ്രെഡിലേക്ക് നല്ല കുതിർത്തി ബീഫ് കറി ഒഴിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ആ ബ്രെഡിൽ ആ ബീഫ് കറി കിടന്ന് നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആവണം. എന്നിട്ട് നമ്മളിത് കഴിക്കണം. അതാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അപ്പത്തിന് ഇത്രയും കറിയുടെ ആവശ്യമില്ല, ബ്രെഡിൻ്റെ കൂടെ ആകുമ്പോൾ കുറേ കൂടെ നമുക്ക് കറിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നല്ല ചൂട് ചായയും അതുപോലെ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ബ്രെഡും നല്ല ചൂടായിട്ട് ഇപ്പോൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത ബീഫ് കറിയും. അപ്പം നാട്ടിലെ ബീഫ് ആയതുകൊണ്ട് പറയുകയേ വേണ്ട. നമുക്കിവിടെ ദുബായിലൊക്കെ ഉള്ളവർക്ക് നാട്ടിലെ ബീഫ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ സിസ്റ്റർ പിന്നെ എൻ്റെ കസിൻസ് അവരൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ബീഫും കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ കൊണ്ട് തന്നു. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ തവണ വയ്ക്കാനുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ ബീഫ് മാത്രമല്ല, എനിക്ക് ആഗ്രഹമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മച്ചിയോട് വിളിച്ച് പറഞ്ഞു. അതൊക്കെ അമ്മച്ചി റെഡിയാക്കി സെറ്റാക്കി തന്നു വിട്ടിട്ടുണ്ട്. ഞാൻ പോകെ ഓരോരോ ഐറ്റംസ് കാണിക്കുന്നതായിരിക്കും. എന്തായാലും ബീഫെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആരെങ്കിലും വരുമ്പോഴത്തേനും ബീഫെന്ന് പറയുന്നത് നമുക്ക് ഡൗട്ടില്ലാതെ നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ
വളരെ ടേസ്റ്റി ആയിട്ട് നാട്ടിലെ സൂപ്പർ ബീഫ് കറിയും കൂടെ കൂട്ടി ബ്രെഡും കൂട്ടി ചൂട് ചായയും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് ഫ്രൂട്ടായിട്ട് എടുത്തിരിക്കുന്നത് സ്ട്രോബെറിയാണ്. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സ്ട്രോബെറി എന്ന് പറയുന്നത് ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫ്രൂട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സാറയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ സാറയ്ക്ക് മധുരമുണ്ടോ പുളിയുണ്ടോ അതൊന്നും ഒരു വിഷയമല്ല. എത്ര പുളിയുള്ള സ്ട്രോബെറി ആണെങ്കിലും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടിരുന്ന് കഴിച്ചോളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ട്രോബെറിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്, ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോബെറി ഇപ്പോൾ മുടങ്ങാതെ എടുക്കുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ കാര്യം രാവിലെ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടോന്ന്. ആ ആഗ്രഹത്തിൽ പെട്ടതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചിക്കൻ മാഗി നൂഡിൽസ്. ഇത് വല്ലാത്തൊരാഗ്രഹമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് ഇൻഡോമി എന്ന് പറയുന്ന ഒരു നൂഡിൽസാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മാഗി ഇവിടെ കിട്ടും. നാട്ടിലെ ടേസ്റ്റ് നാട്ടിലെ മാഗിയുമായിട്ട് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്, ഒരു ബന്ധവുമില്ല. നാട്ടിലെ മാഗി നൂഡിൽസ് ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നാട്ടിലെ ലേസ് ഉണ്ടല്ലോ, നമ്മുടെ പല എല്ലാ ഫ്ലേവേർഡായിട്ടുള്ള ലേസും ഇവിടെ കിട്ടും. ഇവിടുത്തെ ലേസ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. നാട്ടിലെ സെയിം ലേസും നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ നൂഡിൽസ് ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ ഒരുപാട് അത്ര നല്ലതല്ല എങ്കിലും വല്ല കാലത്തുമൊക്കെ നമുക്ക് ഒരാഗ്രഹത്തിൻ്റെ പേരിൽ കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, നോൺ വെജ് അതായത് ചിക്കനോ നോൺ വെജ് ഒന്നും ഇട്ടോ വെജിറ്റബിൾസ് ഒന്നും ഇട്ടോ അതിൻ്റെ തനതായ ടേസ്റ്റ് അധികം നശിപ്പിച്ച് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസിൽ കൂടുതൽ സവോള ഇടുന്നത്. അപ്പം ഞാൻ 1-2 സവോള വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തു. അതിന് ശേഷം നമ്മുടെ ചിക്കൻ മാഗി നൂഡിൽസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെയുള്ള ആ ഒരു പാക്കറ്റ് പൗഡർ അതും പൊട്ടിച്ചിട്ടു. എനിക്ക് ആ ഒരു നാട്ടിലെ ആ ഒരു തനതായ നൂഡിൽസിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെജീസ് ഒന്നും ഇട്ടില്ല. കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ് അതൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ വെജീസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എനിക്കതല്ല, എനിക്ക് ആ നാട്ടിലെ ആ ഒരു തനതായ ആ ഒരു മാഗി ചിക്കൻ നൂഡിൽസിൻ്റെ ആ ഒരു ആ പാക്കറ്റ് പൊടിയുടെ ആ ഒരു ഫ്ലേവറോട് കൂടിയിട്ട് കഴിക്കാനാണ്. ഹെൽത്തി അല്ല എന്നറിയാം, എങ്കിലും അങ്ങനെ ഒരാഗ്രഹം. അപ്പോൾ ഞാൻ നൂഡിൽസിലേക്ക് കുറച്ച് സവോളയിലേക്ക് പെപ്പർ പൗഡർ ഇട്ടു. പിന്നെ അതിലെ പാക്കറ്റ് പൊട്ടിച്ച് പൗഡറും ഇട്ടു. പിന്നെ രണ്ട് ഇതിൻ്റെ എന്നാൽ ഒരുപാട് ഹെവി വേണ്ടാന്ന് ഞാൻ അമ്മച്ചിയോട് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ചെറിയൊരു പാക്കാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ 2 ബാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നൂഡിൽസ് വേവിച്ച് വെള്ളമാണ്, അത് ഞാൻ കുറച്ച് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ നൂഡിൽസ് എന്ന് പറയുന്നത് നമ്മൾ 100 കംപ്ലീറ്റ് വേവിച്ചെടുത്തിട്ടില്ല, ഒരു 70% ഒക്കെ വേവിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി ഈ ഒരു ബോയിൽഡ് വാട്ടറിൽ കിടന്ന് വേവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും വാങ്ങിക്കാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പം അവർ വന്നു, കസിൻസും അതുപോലെ തന്നെ മൂത്തുമ്മ, അമ്മയുടെ സിസ്റ്ററും എല്ലാവരും കൂടെ വന്നപ്പോൾ അമ്മച്ചിയോട് ഒരു ചെറിയ പാക്കറ്റ് കൊടുത്തു വിടാമെന്ന് ചോദിച്ചു. അങ്ങനെ അമ്മച്ചി കൊടുത്തു വിട്ടു. പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്, പല എനിക്ക് ആഗ്രഹം തോന്നി കൊതി തോന്നിയ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാൻ പോകെ വഴിയെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടിപൊളി ബീഫും അതുപോലെ തന്നെ നൂഡിൽസും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ സവോള നന്നായിട്ട് കുറച്ച് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വേറെ വെജിറ്റബിൾസ് ഇടുന്ന ഓരോ ടൈപ്പിലുണ്ടാക്കുന്നതിന് ഓരോരോ ടേസ്റ്റാണ്. എനിക്ക് ഇന്ന് ഇങ്ങനെയാണ് കഴിക്കാൻ തോന്നിയത്. കൂടുതൽ സവോള ഇട്ടിട്ട് ആ ഒരു മാഗി ചിക്കൻ നൂഡിൽസിലെ പൊടിയും ഇട്ടിട്ട് പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് കുറച്ച് അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എനിക്ക് കഴിക്കാൻ തോന്നിയത്. സാധാരണ ഞാൻ ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് ഹെവി ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇത് മതി ഇതാണ് എനിക്കിന്ന് ഇങ്ങനെ കഴിക്കാൻ തോന്നി. അപ്പോൾ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീക്ക് ഡേ ആണ്. അപ്പോൾ ഇക്ക പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് ലഞ്ചും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ചോറും കറി കാര്യങ്ങളൊന്നും ഞാൻ കുക്ക് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാനും മോളും ഇതാണ് കഴിച്ചത്. അപ്പോൾ സാറയ്ക്കും ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കാരണം ഇവിടുത്തെ മാഗി കഴിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ഇൻഡോമി നൂഡിൽസ് കഴിച്ചിട്ടുണ്ട്. സാറ് നാട്ടിലെ മാഗി നൂഡിൽസ് അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. നാട്ടിൽ ഉള്ളപ്പോൾ ഇപ്പിയൊക്കെയാണ് ഇടയ്ക്ക് മോൾക്ക് വാങ്ങിച്ചു കൊടുക്കാറ്. മാഗി അങ്ങനെ അധികം വാങ്ങിച്ചു കൊടുക്കാറില്ല. ഞാൻ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഈ മാഗി നൂഡിൽസ് കഴിച്ചിട്ട് കുറേ ആയി.
ഞാൻ നാട്ടിൽ വന്നെങ്കിൽ കൂടി ഈ മാഗിയുടെ കാര്യം എന്തോ വിട്ടുപോകും, പക്ഷേ എന്തോ ഓർത്ത് കഴിക്കാൻ തോന്നി. അങ്ങനെ കഴിച്ചു. കുറേ നാൾ കൂടി കഴിച്ചപ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റ്. എനിക്ക് പിന്നെ മാഗിയിൽ ചിക്കൻ നൂഡിൽസാണ് ഏറ്റവും ഇഷ്ടം. ചിക്കൻ ഫ്ലേവേർഡ് ആയിട്ടുള്ള നൂഡിൽസാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബട്ടർ കുക്കീസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ബട്ടർ ഫ്ലേവേർഡ് കുക്കീസാണ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ നാട്ടിലെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ജംസാണ്. ഇവിടെ നമ്മുടെ ജംസ് ഓറിയൻറ്റഡ്, ഈ ജംസ് പോലെ ഇരിക്കുന്നത് എമ്മാൻ്റെമ്മ എന്നൊക്കെ പറയുന്ന മുട്ടായികളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ജംസിനെ കുറേ നാളായിട്ട് കൊച്ച് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് വന്നപ്പം എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് ജംസ് എന്നാണ്. അങ്ങനെ അവൾക്ക് വേണ്ടി കുറച്ച് കൂടുതൽ ജംസ് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇക്ക എത്തി. അപ്പോൾ ഇക്കാക്ക് നല്ലൊരു കോഫി കുടിക്കാൻ തോന്നി. അപ്പോൾ ഞാനിതാ കിച്ചണിലേക്ക് ചെന്നു. ഇന്ന് നമ്മൾ കാപ്പിയാണ് എടുത്തത്. അപ്പോൾ കുറച്ച് നാൾ കൂടിയിട്ടാണ് നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് ഒരു കാപ്പി കുടിക്കാൻ പോകുന്നത്. എപ്പോഴും ടീ ആണ് യൂസ് ചെയ്യുന്നത്, ഇത് കോഫിയാണ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല തണുപ്പാണ്. വീടിൻ്റെ അകത്തും പുറത്തും എല്ലാം ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഏരിയ വർസാനിൽ ഒരു 15-16 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് തണുപ്പെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പം നല്ല ചൂട് ചായയും കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ വൈകുന്നേരം ഇക്കായും വന്നു. അതാണ് 2 ഗ്ലാസ് കഴിക്കാനായിട്ട്. ചിപ്സ്, ഇതും നാട്ടിലെ ചിപ്സാണ്. ഇത് മൂത്തുമ്മ തന്നതാണ്. പിന്നെ കുറച്ച് പ്ലം കേക്കും, ക്രിസ്മസ് സ്പെഷ്യൽ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് പ്ലം കേക്കും, അതുപോലെ തന്നെ വൈകുന്നേരം ചായക്ക് എടുത്തിരിക്കുന്നത് നാട്ടിൽ നല്ല അടിപൊളി, നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുത്ത നല്ല ടേസ്റ്റി ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബനാന ചിപ്സ്. അപ്പോൾ നാട്ടിൽ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചിപ്സ്, അതുപോലെ തന്നെ ബീഫ് വറ്റിച്ചത്, കുറച്ച് പിക്കിൾസ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ നമുക്ക്. ഈ ചിപ്സൊന്നും നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ഐറ്റംസിൽ പെട്ടതാണ് നമ്മുടെ ബനാന ചിപ്സ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ കിട്ടും കേട്ടോ, ഇവിടെ കുഴപ്പമില്ലാതെ കിട്ടും. എങ്കിലും നമുക്ക് നാട്ടിലാകുമ്പോൾ ബൾക്കായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ വെയിറ്റ് അനുസരിച്ച് കൊണ്ടുവരുമല്ലോ, അങ്ങനെ. അപ്പോൾ അത് നല്ല അടിപൊളി ചൂട് കാപ്പിയും കൂട്ടി നമ്മുടെ കേക്കും അതുപോലെ തന്നെ ബനാന ചിപ്സും കഴിച്ചു. അതിന് ശേഷം നമ്മുടെ രാവിലത്തെ സെയിം ബീഫ് കറി ഉണ്ടല്ലോ, നമ്മുടെ സെയിം ബീഫ് കറിയെ. അപ്പോൾ ആ ബീഫ് കറി നന്നായിട്ട് രാവിലെ നല്ല ആസ്വദിച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ച് കഴിച്ചത് കൊണ്ട് തന്നെ ബീഫിൽ ഒരുപാട് പീസസ് ഉണ്ട്, പക്ഷേ ഗ്രേവി ഒട്ടുമേ ഇല്ല, വളരെ കുറഞ്ഞു പോയി. നമ്മൾ രാവിലെ അതുപോലെ യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഈ കറി കുറച്ചും കൂടി അങ്ങ് നീണ്ടോളും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. കാര്യം നമ്മൾ രാവിലെ കുറച്ച് കൂടുതൽ ചില്ലി പൗഡറും അതുപോലെ തന്നെ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലിയൊക്കെ കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ എത്ര തേങ്ങാപ്പാൽ ചേർത്താലും കറിക്ക് ആവശ്യത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് കുറച്ച് കുറയുവാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് രാവിലത്തെ സെയിം ബീഫ് കറി തന്നെ, അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നീട്ടുകയാണ്. പിന്നെ ബ്രെഡല്ല എടുക്കുന്നത്. ബ്രെഡ് നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ തന്നെ അങ്ങ് ആഞ്ഞു പിടിച്ച് കഴിച്ചത് കൊണ്ട് ബ്രെഡ് ഏറെക്കുറെയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയും ബ്രെഡ് കഴിക്കുന്നത് നമുക്ക് ബോറാണ്. രാവിലെ തന്നെ എനിക്ക് ബ്രെഡിനോട് വലിയ താല്പര്യമില്ല. ഇക്കാക്കും സാറായിക്കും ഓക്കെ, ബീഫ് കറി ചിക്കൻ കറിയുടെ കൂടെ ബ്രെഡ് താല്പര്യമുണ്ട്. എങ്കിലും ഞാനൊന്ന് തീരാൻ വേണ്ടിയിട്ട് ആഞ്ഞു പിടിച്ചതാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല അടിപൊളി തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ബീഫ് കറിയും അതിൻ്റെ കൂടെ നൈസ് പത്തിരി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കസിൻസ്, അമ്മയുടെ സിസ്റ്റർ, മുത്തുമ്മ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം മുത്തുമ്മ കാര്യമായിട്ട് കുറച്ച് പത്തിരിയൊക്കെ തന്നു. അപ്പം ഇപ്രാവശ്യം പല ഐറ്റംസ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ട് തന്നു. അപ്പോൾ പത്തിരി. അപ്പോൾ ഇപ്പോൾ പോയി പത്തിരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പത്തിരി, നൈസ് പത്തിരി. ഒന്ന് ജസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് അവർ നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഒന്ന് 1 ഡേ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ സോഫ്റ്റായിട്ട്, ഫ്രഷ്ലി പ്രിപ്പേർഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയും അതുപോലെ തന്നെ പത്തിരിയും. അപ്പോൾ നൈസ് പത്തിരി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നോരോന്നായിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ കാസ്ട്രോളിൽ നിന്ന്
അടച്ചു വെച്ചതിന് ശേഷം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതാ അങ്ങനെ ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം തമാർ ഗ്രൂപ്പ് അല്ലെങ്കിൽ റോയൽ ഗ്രൂപ്പിൻ്റെ പത്തിരി, പാക്കറ്റ് പത്തിരിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നാട്ടിലെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പത്തിരി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഹാൻഡ് മെയ്ഡ് പത്തിരിയാണല്ലോ. അപ്പം മിഷൻ പത്തിരി അല്ല, ഹാൻഡ് മെയ്ഡ് പത്തിരിയാണ് നാട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എങ്കിലും ഇവിടെ നമുക്കിപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരി അധികം മിസ് ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ പത്തിരി നമുക്ക് ഇവിടെ ഇപ്പം തമാർ ഗ്രൂപ്പ് അല്ലെങ്കിൽ റോയൽ ഗ്രൂപ്പിൻ്റെ പത്തിരി ഉള്ളത് കൊണ്ട് പത്തിരി നമുക്ക് എപ്പോൾ കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുമ്പോഴും കുറച്ച് കൂടുതൽ കറി അങ്ങ് വെക്കും. പത്തിരി നമ്മൾ വാങ്ങിക്കലാണ് പതിവ്. ഫ്രീ ഹോം ഡെലിവറി ഈസിലി അവൈലബിൾ ആണ്. പിന്നെ അതാ നമ്മുടെ ഡിന്നർ. അപ്പോൾ ഇക്കായും സാറായും എല്ലാം അവർക്ക് വേണ്ടത് എടുത്തെടുത്ത് കഴിച്ചു. അപ്പോൾ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഇതാണ്. ഞാനിത് ആദ്യം 3 നൈസ് പത്തിരി എടുത്തു. അതിൻ്റെ മുകളിലേക്ക് നല്ല അടിപൊളിയായിട്ട് തേങ്ങാപ്പാൽ ബീഫ് കറി. അപ്പോൾ ആദ്യം ബീഫ് കറി എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാലൊക്കെ ആയിട്ട് ഒരുപാട് ലൂസായിട്ടിരുന്നു. നമുക്ക് ആ ഒരു ഫോം നമുക്ക് വേണ്ട. ഇതാണ് നമ്മുടെ ബീഫ് കറിയുടെ പരുവം എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റായി. രാവിലെ കഴിച്ച തേങ്ങാപ്പാൽ ചേർക്കാത്തത് വേറെ ഒരു ടേസ്റ്റ്, ഇതെന്ന് പറയുന്ന തേങ്ങാപ്പാൽ ചേർത്തത് വേറെ ഒരു ടേസ്റ്റ്. രണ്ടും ഒന്നിനൊന്നും വെച്ചാൽ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കൂടുതൽ അറിയാലോ, രാവിലെ കഴിച്ചത് ബ്രെഡിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് അത്ര അങ്ങ് സെറ്റായില്ല. പത്തിരിയുടെ കൂടെ കഴിച്ചപ്പോൾ ആ ഒരു കട അങ്ങ് വീട്ടി. നല്ല അടിപൊളിയാണ്. എന്നും നമ്മുടെ എന്താ പറയുക, ബീഫ് കറിയുടെ കൂടെ പത്തിരി എന്ന് പറയുന്നതാണ് നമ്മുടെ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല അടിപൊളി ബീഫ് കറിയുടെ കൂടെ പത്തിരി തന്നെയാണ് ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പത്തിരിക്ക് താളിച്ച തേങ്ങാപ്പാൽ എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് എടുക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ നന്നായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കി എടുത്ത ബീഫ് കറിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിച്ചാൽ അത് വൃത്തികേടാകും. എന്നുവെച്ചാൽ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, കോക്കനട്ടിൻ്റെ സ്വീറ്റ്നെസ് മുമ്പിൽ നിൽക്കും. അത് നമുക്ക് വേണ്ട. അപ്പോൾ അതാ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഹോംലി മീൽസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസ്. അപ്പോൾ ബീഫ് കറി അപ്പോൾ ഞാൻ ഒരു ചെറിയ കെട്ട് ബീഫാണ് ഇന്ന് വെച്ചത്. അപ്പോൾ അത് നമുക്ക് രാവിലത്തേനും അതുപോലെ തന്നെ വൈകുന്നേരത്തേനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ബീഫ് വറ്റിച്ചത് ഇനിയും എക്സ്ട്രാ ഇരിപ്പുണ്ട്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ബീഫ് വയ്ക്കാം. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബീഫ് വെക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ വളരെ ആസ്വദിച്ച് തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ടുള്ള ബീഫ് കറിയും കൂട്ടി നമ്മുടെ നൈസ് പത്തിരി കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതുപോലെ തന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ഞാൻ ഷെയർ ചെയ്തു. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറക്കാതെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.